ഐഫോൺ ടിപ്സ് ആൻഡ് ട്രിക്സ് വീഡിയോ സീരീസിലെ 11ാമത്തെ വീഡിയോ ആണ് നമ്മളൊന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിന് മുമ്പുള്ള വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അതിൽ ഞാൻ പ്ലേലിസ്റ്റ് ആക്കിയിട്ട് ഇവരുടെ ഡിസ്ക്രിപ്ഷനിൽ ഇവിടെ ഐ ബട്ടണിൽ ഞാൻ കൊടുക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇവിടെ നിന്ന് അത് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത്, നിങ്ങളിപ്പം വൈഫൈയോ മൊബൈൽ ഡേറ്റയോ ഇല്ലാത്ത ഏതെങ്കിലും ഒരു സ്ഥലത്ത് പെട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലൊക്കേഷൻ നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്ക് അയച്ചു കൊടുക്കാനായിട്ട് നമ്മുടെ ഐഫോണിൽ ഒരു ആപ്പുണ്ട്. അപ്പോൾ ആപ്പിൻ്റെ പേര് കോമ്പസ് എന്ന് തന്നെയാണ്. നമ്മുടെ ഐഫോണിൽ ഇൻബിൽറ്റായിട്ട് വരുന്ന കോമ്പസ് ആപ്പ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ലൊക്കേഷൻ വൈഫൈയോ മൊബൈൽ ഡേറ്റയോ ഇല്ലാതെ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും സെൻഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ജസ്റ്റ് കോമ്പസ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ എൻ്റെ കോമ്പസ് കൂടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. കോമ്പസ് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ തൊട്ട് താഴെയായിട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇവിടെ ഒരു കോർഡിനേറ്റ്സ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നതായിരിക്കും, ഒരു നമ്പേഴ്സ് ഇവിടെ കിട്ടുന്നത്. നമ്പേഴ്സിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്ത് നിങ്ങൾക്ക് അത് കോപ്പി ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഇവിടെ കോപ്പി ഐക്കൺ വന്നിട്ടുണ്ട്. ജസ്റ്റ് കോപ്പി എടുക്കുക. കോപ്പി കൊടുത്തതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ മെസ്സേജസ് ആപ്പിൽ പോയിട്ട് നിങ്ങൾക്ക് ആർക്കാണോ ആ ഒരു മെസ്സേജ് അയക്കേണ്ട ആ ആളുടെ പേര് സെലക്ട് ചെയ്തിട്ട് ഇവിടെ വന്ന് ജസ്റ്റ് ഈ ഒരു കോർഡിനേറ്റ്സ് പേസ്റ്റ് ചെയ്ത് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ആൾ ഈ ഒരു കോർഡിനേറ്റിൽ ടാപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് മാപ്പിൽ ഈ ഒരു കോർഡിനേറ്റ് ഓപ്പൺ ആയിട്ട് കറക്റ്റായിട്ടുള്ള നിങ്ങളുടെ പ്രിസൈസ് ലൊക്കേഷൻ അവർക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്തരത്തിലാണ് നമുക്ക് വൈഫൈയോ മൊബൈൽ ഡേറ്റയോ ഇല്ലാതെ തന്നെ നിങ്ങളുടെ ലൊക്കേഷൻ നിങ്ങളുടെ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവർക്കോ അയച്ചു കൊടുക്കുന്നത്. അടുത്ത ടിപ്പെന്ന് പറയുന്നത്, നമുക്ക് പുതിയതായിട്ട് ആപ്പിൾ ഒരു എയർ ടാഗ് റിലീസ് ചെയ്തായിരുന്നു. അപ്പോൾ ഈ ഒരു എയർ ടാഗ് വന്നതിന് ശേഷം ഒത്തിരിയധികം ആൾക്കാരെ ട്രാക്ക് ചെയ്യാനായിട്ട് പലരും ഇത്തരത്തിൽ എയർ ടാഗ്സും അല്ലാത്ത തരത്തിലുള്ള സ്മാർട്ട് ടാഗ്സ് ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. അപ്പം അതർ ബ്രാൻഡ്സായിട്ട് സ്മാർട്ട് ടാഗ്സ് ആണ് വരുന്നത്. അപ്പോൾ സാംസങ്ങിൻ്റെ ആണെങ്കിൽ സ്മാർട്ട് ടാഗാണ്, ആപ്പിളിൻ്റെ ആണെങ്കിൽ എയർ ടാഗ് എന്നാണ് വരുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഡിവൈസ് നമുക്ക് ആരും അറിയാതെ, ഇപ്പോൾ ഒരാൾ അറിയാതെ ആൾ ട്രാക്ക് ചെയ്യാനായിട്ട് ആളുടെ ബാഗിൽ എവിടെയും ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു എയർ ടാഗ് ആളുടെ കറക്റ്റായിട്ടുള്ള ലൊക്കേഷൻ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾ ആരെങ്കിലും ട്രാക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ ജസ്റ്റ് നിങ്ങൾ നിങ്ങളുടെ ഫോണിൻ്റെ സെറ്റിങ്സ് എടുക്കുക. നോട്ടിഫിക്കേഷൻ എടുത്തിട്ട് നേരെ താഴേക്ക് വരിക. താഴേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ട്രാക്കിംഗ് നോട്ടിഫിക്കേഷൻസും പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഇത്തരത്തിൽ എയർ ടാഗോ അല്ലെങ്കിൽ സ്മാർട്ട് ടാഗോ നിങ്ങളെ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് ജസ്റ്റ് ഇനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്തരത്തിലൊരു നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇത്തരത്തിൽ എയർ ടാഗോ സ്മാർട്ട് ടാഗോ നിങ്ങളെ ഫോളോ ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഡിസേബിൾ ചെയ്യാനായിട്ടും ഫൈൻ മെയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഡിവൈസ് നിങ്ങൾക്ക് ഡിസേബിൾ ചെയ്യാനുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് ഐഫോൺസിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു എയർ ടാഗോ സ്മാർട്ട് ടാഗോ നിങ്ങളെ ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ ഒരു ട്രാക്കിംഗ് നോട്ടിഫിക്കേഷൻ ഇനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്തരത്തിലൊരു നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഐഫോൺ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അടുത്ത ടിപ്പ് എന്ന് പറയുന്നത്, ഇപ്പം ഏതെങ്കിലും ഒരു ഫോട്ടോസ് ഷെയർ ചെയ്യാൻ വേണ്ടി എടുക്കുന്ന സമയത്ത്, ഇപ്പോൾ നമ്മൾ ഇതാണ് ഷെയർ ചെയ്യാൻ പോകുന്ന ഫോട്ടോ എന്ന് വയ്ക്കുക. അപ്പോൾ ഫോട്ടോ എടുത്തിട്ട് നിങ്ങൾ ഷെയർ ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിൽ ഉടനെ നിങ്ങൾക്ക് തൊട്ട് താഴെയായിട്ട് ഇവിടെ നിങ്ങൾ റീസെൻ്റായിട്ട് ചാറ്റ് ചെയ്ത ആൾക്കാരുടെ ഒരു ലിസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ഷെയർ ഷീറ്റിനാണ് നിങ്ങൾ പറയുന്നത്. ഈ ഒരു ഷെയർ ഷീറ്റ് നിങ്ങൾക്ക് ഇപ്പോൾ ആരെങ്കിലും നിങ്ങളുടെ അറിഞ്ഞൂടാത്ത ഒരാളാണ് ഫോൺ എടുത്തിട്ട് നോക്കുന്നതെങ്കിൽ ഈ ഒരു ഷെയർ ഷീറ്റ് അവർക്ക് കാണാതിരിക്കാൻ വേണ്ടി നിങ്ങൾക്കൊരു സെറ്റിംഗ് നിങ്ങളുടെ ഫോണിൽ ചെയ്ത് വയ്ക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. സെറ്റിങ്സ് എടുക്കുക. നേരെ താഴേക്ക് വന്നിട്ട് സിറി ആൻഡ് സെർച്ച് സെലക്ട് ചെയ്യുക. നേരെ താഴേക്ക് വന്നാൽ നിങ്ങൾക്ക് ഇവിടെ കാണാനും ഷോ ആൻഡ് ഷെയറിംഗ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അത് ജസ്റ്റ് ഒന്ന് ഡിസേബിൾ ചെയ്ത് കൊടുക്കുക. ഇനി നിങ്ങൾ നിങ്ങളുടെ ഷെയറിംഗ് ഷീറ്റിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ടോഗിൾ ഇവിടുന്ന് ഡിസേബിൾ ആയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. ആ ഒരു ഷെയറിംഗ് ഷീറ്റ് ഇനി നിങ്ങൾക്ക് കാണിക്കത്തില്ല. ആരൊക്കെയാണ് നിങ്ങൾ റീസെൻ്റായിട്ട് ചാറ്റ് ചെയ്തെന്നുള്ള ആ ഒരു ടാബ് അവിടുന്ന് പോയിട്ടുണ്ടാവും. അപ്പോൾ ഇത്തരത്തിലാണ് നിങ്ങൾ ഈ ഒരു ഷെയറിംഗ് ഷീറ്റ് നിങ്ങളുടെ ഐഫോൺസിൽ ഡിസേബിൾ ചെയ്യുന്നത്. അടുത്ത ടിപ്പ് എന്ന് പറയുന്നത്, ഇപ്പോൾ നിങ്ങളുടെ സിറി നിങ്ങൾ എന്തെങ്കിലും സംസാരിക്കുന്ന സമയത്ത് സിറി നിങ്ങൾക്ക് റിസൾട്ട് പറയുമ്പോൾ നിങ്ങൾക്ക് അത് നിങ്ങളുടെ ഫോണിൽ എഴുതിയും കൂടെ കാണിക്കണമെങ്കിൽ നിങ്ങൾക്ക് അതിനൊരു ടോഗിൾ ഐഫോണിൽ അവൈലബിൾ ആണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. എന്നിട്ട് സെറ്റിങ്സ് എടുക്കുക. നേരെ താഴേക്ക് വന്ന് സിറി ആൻഡ് സെർച്ച് സെലക്ട് ചെയ്യുക. കണ്ടും സിറി റെസ്പോൺസ് എന്നും പറഞ്ഞ ഓപ്ഷൻ കൂടെ കിട്ടുന്നുണ്ട്. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണ്ടും ഹലോ ഷോ സിറി ക്യാപ്ഷൻസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൂടെ കിട്ടുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് സിറി എന്ത് റിസൾട്ട് നിങ്ങൾക്ക് പറഞ്ഞാലും അത് നിങ്ങൾക്ക് ഇവിടെ എഴുതിയും കൂടെ കാണിക്കുന്നതായിരിക്കും. അത് വായിച്ച് നിങ്ങൾക്ക് കൂടുതൽ കറക്റ്റായിട്ട് ആ ഡീറ്റെയിൽസ് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അടുത്ത ടിപ്പെന്ന് പറയുന്നത്, നിങ്ങളിപ്പം ഏതെങ്കിലും ഒരു ബ്ലൂടൂത്ത് ഡിവൈസ് യൂസ് ചെയ്യുന്നു. ബ്ലൂടൂത്തിൽ ഇപ്പോൾ നമുക്ക് കാറിലാണെങ്കിലും നിങ്ങളുടെ ഹെഡ്ഫോൺസൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ചില സമയങ്ങളിൽ നിങ്ങൾക്ക് ഓഡിയോ ക്വാളിറ്റി കുറവായിട്ട് തോന്നാറുണ്ടെങ്കിൽ ഈ ഒരു സെറ്റിംഗ് നിങ്ങളിപ്പോൾ തന്നെ ചെയ്യുക. സെറ്റിങ്സ് എടുക്കുക. നേരെ താഴേക്ക് വന്ന് ബ്ലൂടൂത്ത് സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾ റീസെൻ്റ്ലി കണക്റ്റഡ് ആയിട്ടുള്ള ബ്ലൂടൂത്ത് ഡിവൈസസ് ഇവിടെ കാണുന്നതായിരിക്കും. ഇവിടെ കണ്ടും എൻ്റെ കാറിൽ ഇപ്പോൾ എനിക്ക് കറക്റ്റായിട്ടുള്ള ഓഡിയോ കിട്ടുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ഒരു ഐ ബട്ടൺ പ്രസ് ചെയ്യുക. എന്നിട്ട് ഇവിടെ കാണാൻ പറ്റും ഡിവൈസ് ടൈപ്പ് എന്നും പറഞ്ഞ ഓപ്ഷൻ ഇവിടെ കിട്ടുന്നുണ്ട്. ആ ഡിവൈസ് ടൈപ്പ് ജസ്റ്റ് സെലക്ട് ചെയ്തിട്ട് അതിനകത്ത് എന്താണ് നിങ്ങളിപ്പോൾ യൂസ് ചെയ്യുന്നത് ആ ഒരു ഡിവൈസ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ കാറാണ് യൂസ് ചെയ്യുന്നത്, കാർ സ്റ്റീരിയോ ജസ്റ്റ് സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ കാറിൻ്റെ സ്റ്റീരിയോയിൽ വരുന്ന ആ ഒരു മ്യൂസിക് കുറച്ചും കൂടെ എൻഹാൻസ് ആവുന്നതായിരിക്കും. ഇപ്പോൾ നിങ്ങൾ ഹെഡ്ഫോൺസാണ് നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ ഹെഡ്ഫോൺസിലാണ് നിങ്ങൾക്ക് ക്വാളിറ്റി കുറവെന്ന് തോന്നുകയാണെങ്കിൽ ജസ്റ്റ് ഈ ഹെഡ്ഫോൺസ് സെലക്ട് ചെയ്യുക. ഐ ബട്ടൺ സെലക്ട് ചെയ്തിട്ട് ഡിവൈസ് ടൈപ്പിൽ പോയിട്ട് നിങ്ങൾ ഹെഡ്ഫോൺ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇത് നിങ്ങൾ ഈ ഒരു ഹെഡ്ഫോൺസ് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടൊരു ക്വാളിറ്റി നിങ്ങൾക്ക് ഓഡിയോയിൽ കിട്ടുന്നതായിരിക്കും. അടുത്ത ടിപ്പ് എന്ന് പറയുന്നത്, നിങ്ങളിപ്പം ഏതെങ്കിലും ഒരു ഫാസ്റ്റ് മൂവിങ് ഒബ്ജക്റ്റാണ് ഫോട്ടോ എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള ഒരു ഇമേജ് ചില സമയങ്ങളിൽ കിട്ടാൻ പാടായിരിക്കും. കാരണം അത് കറക്റ്റായിട്ട് നമ്മൾ ആ ഒരു ഷട്ടർ പ്രസ് ചെയ്യുന്ന സമയത്ത് തന്നെ ആ ഒരു ഫോട്ടോ എടുക്കാനുള്ള ഒരു ഡിലേ കൊണ്ടാണ് ഇത്തരത്തിൽ നമുക്ക് ആ ഒരു ഇമേജ് കിട്ടാൻ പാടായിട്ട് വരുന്നത്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, നമുക്ക് ഐഫോണിൽ ബേസ്റ്റ് മോഡിൽ ഫോട്ടോസ് എടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ടുള്ളൊരു ഇമേജ് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അതെങ്ങനെ എടുക്കുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അതിനകത്ത് നിങ്ങൾ ക്യാമറ ഓപ്പൺ ചെയ്യുക.
എന്നിട്ട് നിങ്ങളുടെ വോളിയൂം അപ്പ് ബട്ടൺ ജസ്റ്റ് പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ തൊട്ട് താഴെ കാണാൻ പറ്റും നമ്മുടെ ഷട്ടർ ബട്ടണിൽ ഒരു കൗണ്ട് വരുന്ന കാണാൻ പറ്റും. ഇത് നമ്മൾ എത്ര ഫോട്ടോസാണ് ഈ ഒരു ടൈമിൽ എടുക്കുന്നതെന്നാണ് ഇവിടെ കാണിക്കുന്നത്. പിന്നെ ജസ്റ്റ് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോട്ടോസ് ഇവിടെ എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അടുത്തായിട്ട് ജസ്റ്റ് നിങ്ങളൊരു ആ ഫോട്ടോ ആൽബത്തിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ കണ്ടിട്ട് നമുക്ക് ബേസ്റ്റ് 63 ഫോട്ടോ എന്നിവിടെ കാണിക്കുന്നുണ്ട്. അതായത് നമ്മൾ മൊത്തം 63 ഫോട്ടോ ഇപ്പോൾ എടുത്തിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് കറക്റ്റായിട്ടുള്ള ഫോട്ടോ ഏത് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ളൊരു ഇമേജ് കിട്ടിയ ആ ഒരു ഇമേജ് മാത്രമായിട്ട് നിങ്ങൾക്ക് സേവ് ചെയ്യാനും പറ്റുന്നതാണ്. അതിനായിട്ട് തൊട്ട് താഴെ ഇവിടെ നോക്കി കഴിഞ്ഞാൽ സെലക്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ കിട്ടുന്നതായിരിക്കും. ആ സെലക്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഫോട്ടോസ് ഏത് വേണമെന്ന് നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ഞാൻ അതൊരു ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് ആയാണ് നിങ്ങൾക്ക് കാണിക്കുന്നത്. ഇതിൽ ഏത് ഫോട്ടോ വേണമെന്ന് വെച്ചാൽ ജസ്റ്റ് അത് ഒന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ബ്ലൂ ടിക്ക് വരുന്നതായിരിക്കും. എന്നിട്ട് ജസ്റ്റ് ഡണ്ണ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഫോട്ടോ മാത്രമായിട്ട് നമുക്ക് സേവ് ചെയ്യാൻ പറ്റുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് മൊത്തം ഫോട്ടോസും ഇവിടെ സേവ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഓൺലി വൺ ഫേവറേറ്റ് എന്നുള്ളത് സെലക്ട് ചെയ്യുകയാണ്. സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ഫോട്ടോ മാത്രമേ ഇവിടെ വരത്തുള്ളൂ. ബാക്കിയുള്ള ബെസ്റ്റ് ഇമേജസ് മൊത്തം നമുക്ക് നമ്മുടെ ഗാലറിയിൽ കാണുന്നതായിരിക്കും. ഈ ഒരു ഒറ്റ ഫോട്ടോ ആയിട്ട് നമുക്ക് ഗാലറിയിൽ സേവ് ആവുന്നതായിരിക്കും. അപ്പോൾ ഇത്തരത്തിലാണ് നമ്മൾ ഫാസ്റ്റ് മൂവിങ് ഒബ്ജക്ട്സ് നമ്മുടെ ഐഫോൺ യൂസ് ചെയ്ത് ഫോട്ടോ കറക്റ്റായിട്ട് എടുക്കുന്നത്. അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് യു എയിലുള്ള ആൾക്കാർക്ക് വേണ്ടിയാണ്. അപ്പോൾ നിങ്ങളിപ്പം യു എയിലാണുള്ളതെങ്കിൽ നിങ്ങളുടെ MRIS ID എപ്പോഴും നിങ്ങളുടെ കയ്യിൽ കൊണ്ട് നടക്കണം. അപ്പോൾ നമ്മൾ ചില സമയങ്ങളിൽ വാലറ്റ് എടുക്കാതെ മൊബൈൽ മാത്രം എടുത്ത് പുറത്തു പോകുന്ന സമയത്ത് ഇത് ബുദ്ധിമുട്ടാവാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സമയങ്ങളിൽ നമുക്ക് നമ്മുടെ MRIS ID നമുക്ക് നമ്മുടെ ആപ്പിൾ വാലറ്റിൽ സെറ്റ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതിനായിട്ട് നിങ്ങൾക്ക് വേണ്ടുന്ന UAICB എന്ന് പറയുന്നൊരു ആപ്പാണ്. ഈ ഒരു ആപ്പ് ജസ്റ്റ് ഡൗൺലോഡ് ചെയ്യുക. ഞാൻ അവിടെ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ജസ്റ്റ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ആപ്പ് ഇവിടെ ഓപ്പൺ ആവുന്നുണ്ട്. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ UAE പാസ് വെച്ചിട്ട് നിങ്ങൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ എത്തരത്തിലൊരു സ്ക്രീനായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും നിങ്ങളുടെ MRIS ID ഒരു സെക്ഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. അത് ജസ്റ്റ് സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ MRIS ID കാണിക്കുന്നതായിരിക്കും. ജസ്റ്റ് അത് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ MRIS ID ഇവിടെ കാണിക്കുന്നതായിരിക്കും. ഇവിടെ നോക്കിയാൽ നമുക്ക് ആഡ് ടു ആപ്പിൾ വാലറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ അവിടെ കിട്ടുന്നുണ്ട്. അത് ജസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ആപ്പിൾ വാലറ്റിലേക്ക് നമ്മുടെ ഈ ഒരു MRIS ID ആഡ് ആവുന്ന ഒരു സെക്ഷനാണ് ഇവിടെ കാണിക്കുന്നത്. ജസ്റ്റ് ഇവിടെ മുകളിൽ റൈറ്റ് സൈഡിൽ ആഡ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ആപ്പിൾ വാലറ്റിലേക്ക് ഈ ഒരു MRIS ID ആഡ് ആവുന്ന നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ ജസ്റ്റ് നിങ്ങൾ പുറത്ത് പോയിട്ട് നിങ്ങളുടെ ആപ്പിൾ വാലറ്റ് ജസ്റ്റ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു MRIS ID നിങ്ങളുടെ ആപ്പിൾ വാലറ്റിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലാണ് നമ്മൾ MRIS ID നമ്മുടെ ആപ്പിൾ വാലറ്റുമായിട്ട് കണക്ട് ചെയ്ത് യൂസ് ചെയ്യുന്നത്. അടുത്തായിട്ട് ചില സമയങ്ങളിൽ നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില കോൾസ് എടുക്കാനായിട്ട് നമ്മൾ മിസ്സാവാറുണ്ട്. അതിപ്പോൾ നമ്മൾ ഡ്രൈവിംഗ് സമയത്താണെങ്കിൽ ചില സമയങ്ങളിൽ നമ്മൾ ബ്ലൂടൂത്ത് മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ എങ്കിലും ഫോൺ കുറച്ച് ദൂരെയാണെങ്കിൽ ചില സമയങ്ങളിൽ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പാടായിരിക്കും. അപ്പോൾ ഈ സമയങ്ങളിൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഐഫോൺ തന്നെ നമുക്ക് കോൾ അറ്റൻഡ് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ ഇതിന് വേണ്ടി ഒരു സെറ്റിംഗ് നമുക്ക് നമ്മുടെ ഫോണിലുണ്ട്. അതെങ്ങനെയാണ് എടുക്കുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. സെറ്റിങ്സ് എടുക്കുക. ഞാൻ താഴേക്ക് വന്ന് ആക്സസിബിലിറ്റി സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇവിടെ ടച്ച് നമ്പർ ഓപ്ഷൻ ഉണ്ട്. ടച്ച് സെലക്ട് ചെയ്തിട്ട് താഴേക്ക് വന്നാൽ നിങ്ങൾക്ക് ഇവിടെ കോൾ ഓട്ടോ റൗട്ടിംഗ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കിട്ടുന്നതായിരിക്കും. അത് സെലക്ട് ചെയ്യുക. ഇവിടെ താഴെ നോക്കിയാൽ കണ്ടിട്ടും ഓട്ടോ ആൻസർ കോൾസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അത് ഓഫാണ്. അപ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് കോൾ ആൻസർ ചെയ്യണമെങ്കിൽ അത് ജസ്റ്റ് ഇനേബിൾ ആക്കി കൊടുക്കുക. ഇനേബിൾ ആകുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ തൊട്ട് താഴെ വേറെ ഓപ്ഷൻ വരുന്നതായിരിക്കും. എത്ര സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷമാണ് കോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആൻസർ ആവണ്ടേന്ന് നമുക്കിവിടെ ഒരു ഓപ്ഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ അത് കറൻറ്റ്ലി 3 സെക്കൻഡാണ് ഇരിക്കുന്നത്. നമുക്കിവിടെ ടൈം കൂട്ടിയിട്ട് എത്ര സമയം വേണം നമുക്കിത് ആക്കിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഒരു 15 സെക്കൻഡൊക്കെ നിങ്ങൾക്ക് വയ്ക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അഥവാ ആ ഒരു കോൾ ഡ്രോപ്പായി പോകുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതാണ്. വേണ്ടെങ്കിൽ നിങ്ങൾക്കത് എടുക്കാതെ ഇരിക്കാതെ ജസ്റ്റ് കട്ട് ചെയ്ത് പോകാൻ മതി. അപ്പോൾ ഇത്തരം ഒരു 15 സെക്കൻഡ് വെച്ച് നിങ്ങൾ എപ്പോഴും വരുന്ന കോൾസ് അറ്റൻഡ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ 15 സെക്കൻഡ് ആ ഒരു കോൾ എങ്ങനെയായാലും ഓട്ടോമാറ്റിക്കായിട്ട് അറ്റൻഡ് ആവുന്നതായിരിക്കും. നിങ്ങൾക്ക് ആ ഒരു കോൾ മിസ്സാവത്തില്ല. അപ്പോൾ ഇത്തരത്തിലാണ് നമ്മൾ കോൾസ് ഓട്ടോ ആൻസർ ചെയ്യുന്നത്. അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ സ്പോട്ട് ലൈറ്റിൽ ഒത്തിരിയധികം കാര്യം അഡ്വാൻസ് ആയിട്ട് വന്നിട്ടുണ്ട്. അതായത് നമുക്കിപ്പം യൂണിറ്റ് കൺവേർഷൻസ് ഒക്കെ കൂടുതലും നമുക്ക് സ്പോട്ട് ലൈറ്റ് സെർച്ച് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് ഗൂഗിളിലൊക്കെ പോയിട്ട് ആ ഒരു റിസൾട്ട് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ ഇപ്പം ജസ്റ്റ് എൻ്റെ സ്പോട്ട് ലൈറ്റ് സെർച്ച് എടുക്കുന്നുണ്ട്. ഞാൻ ഇതിനകത്ത് 120 km/h എത്ര ആണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. km/h എന്ന് അടിച്ച് കഴിഞ്ഞാൽ ഇവിടെ കണ്ടിട്ട് നമുക്ക് മൈൽസിൽ എത്ര നമുക്കിവിടെ കാണിക്കുന്നതായിരിക്കും. നിങ്ങൾക്കത് വേറെ ഏത് കൺവേർഷനിലേക്ക് നിങ്ങൾക്ക് മാറ്റാൻ പറ്റുന്നതാണ്. ഇവിടെ നമുക്ക് കാണാൻ പറ്റും 12 km/h എന്ന് പറയുന്നത് 7.46 മൈൽസ് ആണെന്നാണ് ഇവിടെ നമുക്ക് റിസൾട്ട് വന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് നമ്മുടെ ഒരു AED എത്ര ആണെന്ന് ഞാൻ അവിടെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇവിടെ കണ്ടിട്ടും ഒരു യുണൈറ്റഡ് അറബ് ദിറംസ് എന്ന് പറയുന്നത് 22.67 ദിറംസ് ആണ്. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്ക് ഗൂഗിളിലൊക്കെ പോയിട്ട് ഇന്നത്തെ വാല്യൂ ചെക്ക് ചെയ്യേണ്ട കാര്യമില്ല. ജസ്റ്റ് സ്പോട്ട് ചെയ്ത് തന്നെ നിങ്ങൾക്ക് ഈ റിസർച്ച് ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുന്നതായിരിക്കും. അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പം ഏതെങ്കിലും ഒരു വീഡിയോ എടുക്കുന്ന സമയത്ത് ചില സ്ഥലങ്ങളിൽ വരുമ്പോൾ നമുക്ക് വൈറ്റ് കളർ കുറച്ച് ഓവർ ബ്രൈറ്റ് ആയിട്ടും ചില സ്ഥലങ്ങളിൽ വരുമ്പോൾ വൈറ്റ് ഒരു ഡിമ്മായിട്ട് നമുക്ക് കാണാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു മെയിൻ കാരണം എന്ന് പറയുന്നത് നമ്മുടെ ക്യാമറ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഒരു വൈറ്റ് ബാലൻസ് അഡ്ജസ്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ഇത്തരത്തിലൊരു മിസ്മാച്ച് നിങ്ങൾക്ക് വീഡിയോസിൽ വരുന്നത്. അപ്പോൾ ഇത് ഒഴിവാക്കാനായിട്ട് നമുക്ക് നമ്മുടെ ഈ ഒരു വൈറ്റ് ബാലൻസ് ലോക്ക് ചെയ്ത് വയ്ക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം.
അതിനായിട്ട് സെറ്റിങ്സ് എടുക്കുക. അതിൻ്റെ താഴേക്ക് വന്ന് ക്യാമറ സെലക്ട് ചെയ്യുക. ഇവിടെ മുകളിൽ റെക്കോർഡ് വീഡിയോ സെലക്ട് ചെയ്തിട്ട് നേരെ താഴേക്ക് വന്ന് ഇവിടെ കണ്ടും ലോക്ക് വൈറ്റ് ബാലൻസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇവിടെ കിട്ടുന്നതായിരിക്കും. അത് ജസ്റ്റ് ഇനേബിൾ ചെയ്ത് കൊടുക്കുക. ഇനി നിങ്ങൾ ക്യാമറ ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എന്താണോ അതിൻ്റെ വൈറ്റ് ബാലൻസ്, ആ വൈറ്റ് ബാലൻസ് തന്നെ ആ ഒരു ഫുൾ വീഡിയോ ലോക്കായിട്ട് നിൽക്കുന്നതായിരിക്കും. വൈറ്റ് ബാലൻസ് ചേഞ്ച് ആവത്തില്ല. അപ്പോൾ ഇത്തരത്തിലാണ് നമ്മൾ ക്യാമറയിൽ വൈറ്റ് ബാലൻസ് ലോക്ക് ചെയ്ത് വീഡിയോസ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പം വീഡിയോ ഒരുപാട് ലൈക്ക് ചെയ്യുമ്പോൾ നമ്മുടെ കൂട്ടുകാരിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ കൂടെ ചെയ്യുക. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസ് ലഭിക്കാനായിട്ട് നമ്മുടെ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. സി യു.